സോ ഒരു ട്രാഫിക് ആക്സിഡന്റ് ആണ്. ആക്സിഡന്റ് എന്താ പറയാ? ആക്സിഡന്റിന് ഹാദിസ്. ഹാദിസ അല്ലേ? സോ ഒരു ആക്സിഡന്റ് നടന്നു. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺവേഴ്സേഷൻ ആണ്. ഓക്കെ ഓക്കെ. സോ പോലീസ് ഓഫീസർ അല്ലേ? അസ്സലാമു അലൈക്കും, ആക്സിഡന്റ് സംഭവിച്ചോ? സോ സോർ ഹാദിസ്. സോർ എന്ന് പറഞ്ഞാൽ ഹാപ്പൻ, സംഭവിച്ചു എന്നുള്ള രീതിയിലാണ്. സോർ ഹാദിസ് ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുകയാണ് എന്ത്? ആക്സിഡന്റ് സംഭവിച്ചോ? സോ എന്താണ് അപ്പോൾ മുഖ്ത ഷഫീദ പറയും യെസ്, കാർ ആക്സിഡന്റ് സംഭവിച്ചു അല്ലേ? എങ്ങനെ പറയും? نعم سر حادث سيارة. സോറാണ്. സോർ ഹാദിസ് സയ്യാറ. അപ്പൊ പോലീസ് ഓഫീസർ എനി ഇഞ്ചുറീസ്, എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ? അതാണ് ഇസാബാത്ത്. ഇസാബാത്ത് ആണ് എന്ത്? ഇഞ്ചുറീസ് അല്ലേ? എന്താണ് ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അതൊക്കെ പുതിയ വേർഡ്സ് ആണ് അല്ലേ? സോ എനി ഇഞ്ചുറീസ്. സോ ഐ ഇസാബാത്ത് അല്ലെങ്കിൽ ഫി ഇസാബാത്ത്, എനി ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടോ? ക്ലിയർ ആണോ? ഇസ്വാബാത്ത് കേട്ടോ, ഇഞ്ചുറീസ്. إصابة. അതിന്റെ സിംഗുലർ ഇസ്വാബ, ഇസ്വാബാത്ത്. ഓക്കെ, ഇഞ്ചുറി, ഇഞ്ചുറീസ്. സോ ഡ്രൈവർ പറഞ്ഞു എന്ത്? ലാ അൽഹംദുലില്ലാ അല്ലേ? ബട്ട് ദ കാർ ഈസ് ഡാമേജ്ഡ്. കാറിന് ജസ്റ്റ് ഡാമേജ് പറ്റി. സോ ബസ് സയ്യാറ മുതളറിറ എന്നാ പറയാ ഡാമേജിന് അല്ലേ? സോ ലാ അൽഹംദുലില്ലാ ബസ് സയ്യാറ മുതളറിറ അല്ലെ? കാറിന് കുറച്ച് ഡാമേജ് വന്നു. ഓക്കെ, അപ്പം ഇത് നമുക്ക് അയച്ചു തരില്ലേ മോഡൽ? എന്റെ അടുത്ത് നിങ്ങൾക്ക് ഇന്ന് അയച്ചു തന്നിട്ടുണ്ടാവും. ഇന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞിട്ടൊന്ന് ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഇൻ കേസ് ഉണ്ട്, ഇഞ്ചുറി ഉണ്ട്, നമ്മള് കയ്യിലാണ് എന്നൊക്കെ പറയുമ്പോ ഇസാബാത്ത് എന്ന് പറഞ്ഞ ഇഞ്ചുറീസ് എന്നല്ലേ? അപ്പൊ അതിന്റെ സിംഗുലർ നിങ്ങൾ പറഞ്ഞത് ഇസ്വാബ. ഇസാബ. ഫി ഇസ്വാബ അപ്പം അലാ യദി, എന്റെ ഫി കയ്യിൽ ഒരു ഇഞ്ചുറി ഇസാബ ഉണ്ട്. അലയ്യദ് അല്ലേ? അലയ്യദ് എന്നല്ലേ? അലായദ് എന്ന് പറയാം. അലായദി, എന്റെ കയ്യിൽ ഒരു ഇഞ്ചുറി ഉണ്ട്. ഓക്കെ, ഇനി ഉഖ്ത് ഹനാൻ പറയൂ. സോ വേർ ഇസ് ദ പോലീസ് കാർ? എങ്ങനെ ചോദിക്കും? വെയിൻ സയ്യാറത്ത് ഷുർത്തി. വെയിൻ സയ്യാറ ഷുർത്തി അല്ലെ? ഷുർത്തയുടെ സയ്യാറ എവിടെയാണ്? ലെറ്റ് ഇറ്റ് സ്റ്റോപ്പ് ഹിയർ. എങ്ങനെ പറയും? അതിവിടെ നിർത്തിക്കോട്ടെ. സയ്യാറ ഫെമിനൈൻ ആയതുകൊണ്ട് ഹല്ലീഹ. അതാണ് ഞാൻ പറഞ്ഞത്, ഹല്ലീഹു ഹല്ലീഹ നമ്മൾ സബ്ജക്റ്റിനനുസരിച്ചാ യൂസ് ചെയ്യുക. ഇനി കുഴപ്പമൊന്നുമില്ല, സയ്യാറ ഫെമിന. സോ ഹല്ലീഹ അതല്ലേ? സോ ഹല്ലീഹ. സ്റ്റോപ്പിന് എന്താ നമ്മൾ പഠിച്ചത്? വഖഫ് ഹിന അല്ലേ? അല്ലെങ്കിൽ തവഖഫ് എന്നും പറയാം. തവഖഫ് അല്ലെങ്കിൽ വഖഫ് അല്ലേ? ഖല്ലീന തവഖഫ് ഹിന, അല്ലെങ്കിൽ ഖല്ലീന ഖല്ലിഹ കാറല്ലേ? ഖല്ലിഹ വഖഫ് ഹിന, അതിവിടെ നിർത്തി വെച്ചോട്ടെ. ഓക്കെ, ഇനി അടുത്ത വഖ്ത് ഷഫീദ പറയൂ. നിങ്ങൾക്ക് ID കാർഡ് ഉണ്ടോ? ഡു യു ഹാവ് ആൻ ID കാർഡ്? കാർഡിന് എന്താ പറയാ? കാർഡ് എപ്പോഴും ചോദിക്കുക അവര്, അറബ്സ് എപ്പോഴും ചോദിക്കുന്ന കാർഡ് ഉണ്ടോ? കാർഡ് ജവാസാത്തല്ല, പാസ്പോർട്ട്. ബിത്താക്ക. കേട്ടില്ലേ? ബത്താക്ക അതന്നെ. സോ എന്താണ് അപ്പം പിന്നെ പേഴ്സണൽ ID ആകുമ്പം ബത്താക്ക ഹവിയാണ്. ഹവിയ നമ്മള് ഇക്കാമയില്ലേ? പേഴ്സണൽ ID അതാണ് എന്ത്? ഒന്നുകിൽ ഇക്കാമ എന്ന് പറയാം, അല്ലെങ്കിൽ ബിത്താക്ക ഹവിയ. ഓക്കെ, ബിത്താക്ക ഹവിയ അല്ലേ? സോ എന്താ ഡു യു ഹാവ് എങ്ങനെ ചോദിക്കുക? ഇൻഡക് ബിത്താക്ക ഹവിയ ഓർ പാസ്പോർട്ട്. ജവാസ് സഫർ. ജവാസാണ്, ജവാസ് സഫറാണ് പാസ്പോർട്ട്. അപ്പം ഇവിടെ ഓർ എന്നുള്ളത് ഇവിടെ ഔ എന്നാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഓറിനൊരു വല്ല പഠിച്ചു അല്ലേ? വല്ല പറയേണ്ടത് ക്വസ്റ്റ്യൻ രീതിയിൽ ചോദിക്കുമ്പോഴാണ്. ഓക്കെ, തബ ഷായ് വല്ല ഗഹ്വ, ചായ ആണോ കോഫിയാണോ വേണം, ആ സമയത്തൊക്കെ നമ്മൾ വല്ല ഉപയോഗിക്കണം. ഇവിടെ ഇപ്പം എന്താണ്? പാസ്പോർട്ടോ ഐഡിയോ ഉണ്ടോ? ഓർ ID എന്നുള്ള രീതി നമ്മൾ ഔ എന്ന് ഉപയോഗിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ അല്ലാത്ത രീതിയിൽ സെന്റൻസ് ആണെങ്കിൽ ഔ എന്ന് ഉപയോഗിക്കണം. സോ അൻദക് ബത്താക്കൽ ഹവിയ ഔ അൽ ജവാസ് സഫർ അല്ലേ? അപ്പോൾ എന്താണ്? ID കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഉണ്ടോ? സോ അവർ പറയാണെന്ത്? ഉണ്ട്, ഹായ് അല്ലെങ്കിൽ ഹാദ എന്നതിന് പകരം ഹായ് എന്ന് പറയാറുണ്ട്. ജസ്റ്റ് ഹായ് എന്ന് പറയും, ചിലപ്പം ദ എന്ന് പറയും. സോ ഹ അല്ലെങ്കിൽ ഹായ് അല്ലെങ്കിൽ ഹാദ അല്ലെങ്കിൽ ദ ബിത്താക്കൽ ഹവിയ, ഇതാണ് എൻ്റെ ID കാർഡ്
ഓക്കെ. അപ്പം നെക്സ്റ്റ് ആരാണ്? ഉഖ്ത് ഹനാൻ പറയൂ. അത് നിങ്ങൾക്ക് അറിയൂലല്ലോ, പുതിയ വേർഡായിരിക്കും. സി ഈസ് ദർ എ വിറ്റ്നസ് ടു ദ ആക്സിഡന്റ്. വിറ്റ്നസ് സാക്ഷിക്കാണ് ഷാഹിദ് എന്ന് പറയാം അല്ലേ. ഷഹീദ് എന്ന് പറഞ്ഞാല് മാറി, രക്തസാക്ഷി. ഷഹീദ് എന്ന് പറഞ്ഞാൽ മാർട്ടിയർ. മാർട്ടിയറായി. ഷാഹിദ് എന്ന് പറയുമ്പോൾ വിറ്റ്നസ് ആയി. സോ ഫി ഷാഹിദ് അലൽ ഹാദിസ് അല്ലേ. എന്താണ്? ആക്സിഡന്റിന് വല്ല വിറ്റ്നസ്സും ഉണ്ടോ? സോ എന്ത് പറഞ്ഞു? അപ്പോൾ ഉഖ്ത് ഹനാൻ പറയും യെസ്, ഒരാള് എല്ലാം കണ്ടിട്ടുണ്ട്. അത് എങ്ങനെ പറയും? നാം ഫി വാഹിദ് ഷാഫ കുല്ല ഷൈ. കുല്ല ഷെയ്. ഏയ് ഉണ്ട്. ഫി വാഹിദ് ഷാഫ കുൽ. ഷാഫ കണ്ടോ? ഷാഫ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടു. ബേസ് ഫോം ആണ് അവൻ കണ്ടു എന്നുള്ളത്. സോ ഫി വാഹിദ് എന്ന് പറയുന്നത് ഇവിടെ ഒരാളാണ്, അപ്പം അവനാണ്. സോ ഷാഫ കണ്ടു അല്ലേ. ഞാനാണെങ്കിൽ ഞാൻ കണ്ടു എന്നാണെങ്കിൽ അന പറയൂ. അഷൂഫ്. അല്ല, ഞാൻ അതായി സി ആണ്, ഞാൻ കാണാറുണ്ട് എന്നാണ്. കണ്ടു പാസ്റ്റ് ആകുമ്പം അന സി പാസ്റ്റ് ആകുമ്പം വെർബിന്റെ എൻഡിൽ ത് ആണ് അല്ലേ. അന ഷുഫ്ത് അല്ലെ, ഞാൻ കണ്ടു. ഹിയ ഷാഫത്ത്, അവള് കണ്ടു അല്ലേ. നഹനു ഷുഫ്ന, ഞങ്ങളെല്ലാവരും കണ്ടു. അപ്പൊ ഇവിടെ ഒരാളാണ്, അവനാണ്. സോ ഷാഫ. നിങ്ങൾ പ്രസന്റ് നല്ലോണം പഠിച്ചിട്ടുണ്ട്, കാരണം പ്രസന്റിന്റെ കുറെ പാസ്റ്റ്ക്ക് ഇങ്ങോട്ട് ഇപ്പോഴും ജമ്പ് ചെയ്തിട്ടില്ല അല്ലേ. പാസ്റ്റ് ഒക്കെ എൻഡിലാണ് വരിക, ത് അല്ലേ, നാ ഒക്കെ. സോ ബേസ് വേർഡ് ആകുമ്പോൾ ഇതുപോലെ ഷാഫ. സോ ഫി വാഹിദ് ഷാഫ കുൽ ഷൈ, ഒരാൾ എല്ലാം കണ്ടിട്ടുണ്ട്. ഓക്കെ. സോ അപ്പം എന്താണ്? അപ്പോൾ ഓഫീസർ പറയുകയാണെന്ത്? വി വിൽ ഓപ്പൺ ആൻ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് രജിസ്റ്റർ എ റിപ്പോർട്ട്. സി ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയ വൊക്കാബുലറീസ് കിട്ടുള്ളൂ കേട്ടോ. സോ ഇവിടെ എന്താണ്? വി വിൽ ഓപ്പൺ ആൻ ഇൻവെസ്റ്റിഗേഷൻ. ഓപ്പൺ നമുക്കറിയാം അല്ലേ. വി ഓപ്പൺ എന്താണ്? ഓപ്പൺ. വി ഓപ്പൺ നഫ്തഹ് ആണ് അല്ലേ. അന അഫ്തഹ്, ഐ ഓപ്പൺ അല്ലേ. ഇന്ത തഫ്തഹ് അല്ലേ, യു ഓപ്പൺ. നഹനു നഫ്തഹ് ആണ്. സോ വി വിൽ ഓപ്പൺ ആകുമ്പോൾ എന്ത് വരും? ഫ്യൂച്ചർ ആകുമ്പോൾ ബിൻ ഫത്തഹ് എന്നാവും, ബി നഫ്തഹ് ആവും അല്ലെ. ബി നഫ്തഹ് ആണ്. ഫ്യൂച്ചർ ആകുമ്പോൾ നമ്മൾ ബി ചേർക്കും, അത് ബി നഫ്തഹ് എന്നുള്ളത് കൂട്ടി പറയും ബിൻ ഫത്തഹ് എന്ന് പറയും അല്ലെ. അല്ലെങ്കിൽ ബിൻ നഫ്തഹ്. ഇൻവെസ്റ്റിഗേഷന് വേറെ വേർഡ് ഉണ്ടാ? ഇൻവെസ്റ്റിഗേഷൻ ഓപ്പണിന് വേറെ വേർഡ് ഉണ്ടാ? സോറി, വേറെ വേർഡ് ഉണ്ടാ? ഓപ്പണോ? പറഞ്ഞ വേർഡ്. ഓപ്പൺ നമ്മൾ നഫ്തഹ് എന്നല്ലേ, വേറെ ഇപ്പൊ ഏതാ പറയാ? നിങ്ങൾക്ക് ഏതാണ് നിങ്ങളെ മൈൻഡിൽ വരുന്നത്? ഫുക്കൂന്നും പറഞ്ഞിട്ട് ഒരു വേർഡ് ഉണ്ട്, അത് ജസ്റ്റ് ഞാൻ കേട്ടതാണ്. ഏതാണ്? സുക്കൂനോ? ഫുക്കൂന്ന്. ഫുക്കു. ഫുക്കു. ആ ഫുക്കു ഫുക്കു ഫുക്കു. ഓപ്പൺ എന്നുള്ള രീതിയിൽ ഫക്കു എന്നുള്ള രീതിയിലാണോ? ഫക്കു ഫക്കു അൽ ബാബ് എന്നൊക്കെ അല്ലേ. ഫക്കു അൽ ബാബ്. പക്ഷെ സംസാരത്തിൽ അത് വരാറില്ല കേട്ടോ. ഓക്കെ. ഫക്കു തുറക്കൂ എന്നുള്ള രീതിയിൽ. ഓക്കെ. ഫക്കു കേട്ടതാണ്. ഫക്ക് ഫക്ക് എന്നാണ് അത്. പക്ഷെ അങ്ങനെ സംസാരത്തിൽ വരാറില്ല, ഫായും കാഫും. ഓക്കെ. നിങ്ങൾ സംസാരത്തിൽ കേട്ടണോ? ഇങ്ങനെ ഒരു വേർഡ് പറഞ്ഞു, അതിൽ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചത്. ഉണ്ട്. ഫക്ക എന്നുള്ളൊരു സംഭവം ഉണ്ട്, ഫക്കു എന്നുള്ളത്. ഫക്കു അൽ ബാബ്, ഡോറ് തുറക്കുക എന്നൊക്കെ രീതിയിൽ പറയാറുണ്ട്. ഓക്കെ. അതിന്റെ ബേസ് വേർഡ് ഇപ്പൊ എന്താണ്? ഫക്ക ഫക്കയുള്ളൂ. അതിപ്പോ എനിക്കറിയില്ല, ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് നോക്കട്ടെ കേട്ടോ. ഓക്കെ. സോ നമുക്ക് എഫ്തഹ് ഇത് മതി, ഫത്തഹ മതി കേട്ടോ. ഫത്തഹ. സോ അഫ്തഹ്, നഫ്തഹ്. ഓക്കെ. അപ്പം വി വിൽ ഓപ്പൺ ആകുമ്പം ബിൻ നഫ്തഹ് അല്ലേ, അല്ലെങ്കിൽ ബിൻ ഫതഹ് അല്ലേ. ഇൻവെസ്റ്റിഗേഷൻ ആണ് തഹ്കീഖ്. തഹ്കീഖ് എന്ന് പറയും. തഹ്കീഖ്, ഇൻവെസ്റ്റിഗേഷൻ. ആൻഡ് രജിസ്റ്റർ എ റിപ്പോർട്ട്. സജ്ജിൽ കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മളിപ്പോൾ എന്തെങ്കിലും ഫോമൊക്കെ അവർ രജിസ്റ്റർ ചെയ്യാനൊക്കെ അവർ പറയാറുണ്ട് സജ്ജിൽ എന്നുള്ളത്. സോ ഇവിടെ എന്താണ്? വി രജിസ്റ്റർ. സോ നുസജ്ജിൽ ബലാഗ്. ബലാഗ് ആണ് റിപ്പോർട്ട് അല്ലെങ്കിൽ കംപ്ലൈന്റ് ഒക്കെ എന്നത് നമ്മൾ ബലാഗ് എന്ന് പറയാം അല്ലേ. കംപ്ലൈന്റ്, റിപ്പോർട്ട് എന്നൊക്കെ ഉള്ളതിന് സജ്ജിൽ ബലാഗ് അല്ലേ. രജിസ്റ്റർ ചെയ്യാം ഒരു റിപ്പോർട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത്. സോ ഇതിൽ കുറേ ന്യൂ വേർബ്സ് ഉണ്ട്, പുതിയ വേർഡ്സ് ഉണ്ട് അല്ലേ. വേർബ് അല്ല, സജ്ജിൽ വേർബാണ് അല്ലേ. ബലാഗ് നൗണാണ്. അതുപോലെ തഹ്കീഖ്, ഇൻവെസ്റ്റിഗേഷൻ. സോ ബിൻ ഫതഹ് തഹ്കീഖ് വ
നുസജ്ജിൽ ബലാഗ് അല്ലേ, നമുക്കൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാം, കംപ്ലൈൻറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ. ഓക്കെ, അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ബലാഗിന് വേണ്ടിയിട്ട് എവിടെ എത്തി? പോലീസ് സ്റ്റേഷനിലെത്തി. അപ്പോൾ അവർ വെൽക്കം ചെയ്യാൻ നോക്കൂ, തഫല്ലൽ മർക്കസ് ഷുർത്ത, വെൽക്കം ടു ദി പോലീസ് സ്റ്റേഷൻ. ഓക്കെ, ഇനി എന്തിനാണ് വെൽക്കം ചെയ്തത്? ടു കംപ്ലീറ്റ് ദ പ്രൊസീജിയേഴ്സ്. അപ്പം നോക്കൂ, വി നീഡ് ടു കംപ്ലൈൻറ്റ് അല്ലേ. അഹ്താജ് കേട്ടിട്ടുണ്ടോ? അഹ്താജ് കേട്ടുണ്ടോ? ഇല്ല. നെഹ്താജ് എന്താണ്? അഹ്താജ് എന്ന് പറഞ്ഞാല് നീഡാണ്. ഐ നീഡ്. നമ്മ അബുവ പഠിച്ചില്ലേ? ഐ വാണ്ട്. അതുപോലെ ഉരീദ് എന്ന് പറയാറുണ്ട്. ഐ നീഡ്. കേട്ടിട്ടുണ്ട്. സംസാരത്തിൽ അഹ്താജ് എന്നാണ് അധികം ഉപയോഗിക്കുക. അപ്പൊ അതേപോലെയുള്ളതാണ് എന്ത്? അഹ്താജ്. ഐ നീഡ്. അപ്പൊ we need to complete the procedures, so we need, so നെഹ്താജ്. സോ അഹ്താജ് പഠിക്കണം കേട്ടോ. ഓക്കെ, നീഡാണ്. ഉരീദ് പോലെയുള്ള ഉരീദൊക്കെ ഉരീദ് എന്ന് പറഞ്ഞാൽ നമുക്ക്, നിങ്ങൾ ഏത് അറബ് കൺട്രി പോയി ഉരീദ് എന്ന് പറഞ്ഞാലും ഒരിക്കലും മനസ്സിലാവും ഐ നീഡ് എന്നാണ്. ഓക്കെ, അത് ജനറൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് അറബിക്കാണ് ഉരീദ്. പക്ഷെ അബഗ എന്നുള്ളത് എല്ലായിടത്തും പോയി പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെ ആവുമ്പോൾ നമ്മൾ ഇവിടെ അബഗ ആണ് പറയാം, അതുപോലെ ഉരീദിന് പകരം അഹ്താജ് ആണ് പറയാം. ഓക്കെ, അഹ്താജ്. സോ നെഹ്താജ്, വി നീഡ് എന്താണ്? ടു കംപ്ലീറ്റ്. സോ കംപ്ലീറ്റ് നമ്മൾ എന്താ പഠിച്ചത്? വി ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ നുകമ്മിൽ അല്ലെ നുഹല്ലസ് അല്ലേ. സോ നെഹ്താജ് നുകമ്മിൽ. അൽ ഇജ്റാആത്ത് ആണ് പ്രൊസീജിയേഴ്സ്. ഇജ്റാആത്ത് പ്രൊസീജിയേഴ്സ്. സോ നെഹ്താജ് നുകമ്മിൽ ഇജ്റാആത്ത്. നമുക്ക് പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സോ ഡ്രൈവർ പറയുകയാണെന്ത്? ഐ വാണ്ട് ടു ഫയൽ എ കംപ്ലൈൻറ്റ് അബൌട്ട് ദ ആക്സിഡൻറ്റ്. സോ ഐ വാണ്ട് എന്താണ്? ഐ വാണ്ട് ടു സബ്മിറ്റ് ആകുമ്പം അഗദ്ദിം എന്ന് വരും. നമ്മൾ ഗദ്ദിം നഫ്സൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് എന്നുള്ള അതേപോലെ സബ്മിറ്റ് എന്നുള്ള അർത്ഥം എന്തിന് വരുന്നുണ്ട്? ഗദ്ദിമിന് വരുന്നുണ്ട്. സോ ഐ വാണ്ട് ടു ഫയൽ എ കംപ്ലൈൻറ്റ്, ഐ വാണ്ട് ടു സബ്മിറ്റ് എ കംപ്ലൈൻറ്റ് എന്നൊക്കെ ഉള്ളതിന് അഗദ്ദിം ഷക്കുവയാണ് എന്ത്? കംപ്ലൈൻറ്റ്. ഓക്കെ, ആൻഡ് അൽ ഹാദിസ് അബൌട്ട് ദ ആക്സിഡൻറ്റ്. ഇത് നന്നായി പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ ഈ കൺവേഴ്സേഷനൊക്കെ. കാരണം ഇതിൽ പുതിയ ഒക്കെ ഇതിപ്പം പോലീസ് സ്റ്റേഷനും ഇതൊക്കെ ആയതുകൊണ്ടാണ് ഈ കംപ്ലൈൻറ്റും ഇൻവെസ്റ്റിഗേഷനും രജിസ്റ്ററും ഒക്കെ വരുന്നത്. ഇതൊന്നും നമുക്കധികം സംസാരത്തിൽ ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, സോ എന്താണ്? അഗദ്ദിം ഷക്കുവ അനൽ ഹാദിസ്, ഐ വാണ്ട് ടു കംപ്ലൈൻറ്റ് അബൌട്ട് ദി ആക്സിഡൻറ്റ്. സോ എന്ത് ഫയൽ സബ്മിറ്റ് ചെയ്യണേനൊക്കെ നിങ്ങൾ ഗദ്ദിമാണ് പറയുക. ഓക്കെ, ഗദ്ദിമാണ് പറയുക സബ്മിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ. സോ അത് അറിയണം. ഗദ്ദിം നഫ്സക്, ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ സബ്മിറ്റ് എന്നുള്ള രീതിയിൽ ഗദ്ദിം യൂസ് ചെയ്യാറുണ്ട്. സോ ഉഖ്ത് ഹനാൻ പറയൂ, സൈൻ ഹിയർ ഓൺ ദ റിപ്പോർട്ട്. സോ സൈൻ ഹിയർ, സൈനിന് എന്താ പറയാന്നറിയോ? വഗ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സൈൻ ചെയ്യൂ അല്ലെ. സിഗ്നേച്ചറിന് എന്താ പറയാ? തൗഗ്യ ആണ് എന്ത്? സിഗ്നേച്ചർ. അപ്പൊ സൈൻ ചെയ്യൂ എന്ന് നമ്മൾ പറയുമ്പം വഗ്യ എന്നാ പറയാ. ഓക്കെ, തൗഗ്യ സിഗ്നേച്ചർ, വഗ്യ അല്ലെ ഇവിടെ സൈൻ ചെയ്യൂ. സോ വഗ്യ ഹിന അല തക്രീർ. തക്രീർ ആണ് എന്ത്? റിപ്പോർട്ട് അല്ലെ. തക്രീർ. സോ വഗ്യ ഹിന. ബലാഗ് കംപ്ലൈന്റ് എന്നുള്ള രീതിയിലാണ് അർത്ഥം വരുന്നത്. റിപ്പോർട്ട് എന്നാണ് ഇത്. ബലാഗ് പറയുമ്പോൾ ശരിക്കും കംപ്ലൈന്റ് ആണ്. റിപ്പോർട്ട് എന്ന് പറയാം. ഇനി തക്രീർ എന്ന് പറയുമ്പം ഇപ്പം പിന്നെ അവിടെ രജിസ്റ്റർ ചെയ്യാൻ റിപ്പോർട്ട് ഇവിടെ നമ്മൾ എഴുതി കഴിഞ്ഞ് പേപ്പറിലൊക്കെ ആക്കിയിട്ട് വരുമ്പോൾ നമ്മൾ തക്രീർ എന്നാണ് പറയാം. കരാർ എന്നുള്ള രീതിയിൽ അല്ലേ. കരാർ നിങ്ങളെ അതേ സംഭവം തന്നെ. അപ്പൊ കരാർ എന്ന് പറയുമ്പോ എന്താണ്? ഒക്കെ എഴുതി വെച്ച് ഇതാക്കിയൊരു സംഭവം. അതുപോലെ പറയുമ്പോ തക്രീർ എന്ന് പറയാം. ഇനി ബലാഗ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഒരു റിട്ടൺ ഫോമില് ഒരു പേപ്പറിൽ എഴുതി വരുമ്പോ അതെന്താവും? തക്രീർ ആയി മാറും. ഓക്കെ, അപ്പൊ റിപ്പോർട്ട് ചെയ്യാൻ തക്രീർ. സോ തമാം, ഡ്രൈവർ പറഞ്ഞു തമാം. ഓക്കെ, ഇനി ഇൻഷുറൻസ് വന്നു. ഇൻഷുറൻസിന്റെ ഓഫീസിലാണ് കേട്ടോ. അപ്പൊ ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കാൻ എന്താണ്? ദർ ഇസ് എ സ്മോൾ ഫൈൻ. എങ്ങനെ പറയും? നമുക്ക് അറിയുന്ന സംഭവം രണ്ടും. ഫൈനിന് എന്താ പറയാ?
മുഖാലഫ കേട്ടില്ല, നമ്മളെ ഹസ്ബൻഡൊക്കെ ആ എപ്പോഴും പറയാറുണ്ട്. കേട്ടിട്ടുണ്ട് അല്ലേ, കേട്ടിട്ടുണ്ട്. മുഖാലഫയാണ് എന്ത്, ഫൈൻ. സോ സ്മോൾ ഫൈൻ. എന്താണ്, ഫി മുഖാലഫ ബസീത്ത. ബസീത്താണ് എന്ത്, ചെറുതായിട്ടുള്ളൊരു ഫൈൻ ഉണ്ട് അല്ലേ, സീത്ത. ബസീത്ത് അല്ലേ. ഹദ മൗലു ബസീത്ത്, ഇത് ചെറിയൊരു കാര്യമാണല്ലോ. അതുപോലെ ഫി മുഖാലഫ ബസീത്ത, മുഖാലഫ ഫെമിനൈൻ ആയതുകൊണ്ട് ബസീത്ത അല്ലേ. ബട്ട് ദ ഇൻഷുറൻസ് കവേഴ്സ് ദ ആക്സിഡന്റ്. സോ ബസ് ബസ്. ഇൻഷുറൻസ് എന്താ, തെമീൻ അല്ലേ, ബിത്താക്ക തെമീൻ. ഇൻഷുറൻസ് കാർഡൊക്കെ കേട്ടിട്ടുണ്ടോ, ആമീൻ. തെമീന്. ആ ആ, ആമീൻ. ആ സോ തെമീൻ കവേഴ്സ് ദ ആക്സിഡന്റ്. സോ യുഗത്തി എന്നാണ് പറയാ, കവർ ചെയ്യും അല്ലെ, അത് അതിനെ കവർ ചെയ്യും എന്നുള്ള രീതിയിൽ അത്തമീൻ യുഗത്തി അൽ ഹാദിസ് അല്ലേ. യുഗത്തി, അപ്പോൾ എഗെയിൻ പുതിയ വേർബാണ് അല്ലേ, ബേസ് വേർഡാണ് കവർ അല്ലേ, യുഗത്തി. സോ അത്തമീൻ യുഗത്തി അൽ ഹാദിസ്, ഇൻഷുറൻസ് എന്ത് ചെയ്യും, ഹാദിസിനെ കവർ ചെയ്യും. സോ ഇപ്പോൾ ചോദിക്കാണ്, ഓക്കെ ഗ്രേറ്റ്, ക്യാൻ ഐ കോണ്ടാക്ട് ദ ഇൻഷുറൻസ് കമ്പനി, അല്ലെ ഇൻഷുറൻസ് കമ്പനി ഞാൻ വിളിച്ചോട്ടെ. സോ മുംതാസ്. സോ ക്യാൻ ഐ, അക്ദർ അല്ലെങ്കിൽ മുംകിൻ എന്നും ഉപയോഗിക്കാം. അറാജ, അറാജ ആണ് എന്ത്, കോണ്ടാക്ട് ചെയ്യട്ടെ. അത്തസിലും ഉപയോഗിക്കാം, അറാജിയും ഉപയോഗിക്കാം. ഓക്കെ, അറാജ അപ്പോൾ പുതിയ വേർബാണ് അഗെയിൻ. സോ അതും അറിയണം, എന്താണ് അറാജ അല്ലേ. അതായത് എന്താണ് അറാജ് അല്ലേ, കോണ്ടാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒന്ന് റിവ്യൂ ചെയ്യട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറയുമല്ലോ അല്ലേ. അക്ബർ, എനിക്ക് ഇൻഷുറൻസ് കമ്പനിയെ വിളിച്ചിട്ട് അതൊന്ന് റിവ്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് അറാജ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഫോൺ വിളിക്കല്ല, ആ സംഭവങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യുമല്ലോ വിളിച്ചിട്ട് അല്ലേ, അറാജ അല്ലേ. സോ റിവൈസ് ചെയ്യുക, റിവൈസിനൊക്കെ നമ്മൾ അറാജ എന്നാ പറയാം അല്ലെ. റിവൈസ് ചെയ്തോ, തറാജ ദറസ്, പാഠങ്ങളൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്തോ എന്നുള്ള രീതിയിൽ, റിവ്യൂ ചെയ്തോ എന്ന്. സോ അക്ദർ അറാജ ഷുർക്കത്ത് മീൻ, ഞാൻ ഇൻഷുറൻസ് കമ്പനി ആയിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തൊക്കെ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കട്ടെ എന്നുള്ള രീതിയിൽ. സോ അയാൾ പറഞ്ഞു എന്തേ, ഏയ് ഓഫീസർ, ഏയ് ടേക്ക് ദിസ് റിപ്പോർട്ട് ടു ദ ഇൻഷുറൻസ്. സോ എന്താണ് ടേക്ക് ദിസ് റിപ്പോർട്ട്, എങ്ങനെ പറയും, എന്താണ് ഈ റിപ്പോർട്ട് എടുത്തിട്ട് ഇൻഷുറൻസിൽ കൊടുക്കൂ. സോ ഖുദ് അതാ. അല്ലേ, ഖുദ് അത്തമീൻ അല്ല, ഖുദ് അൽ ബലാ, എവിടേക്ക്, ലി തമീൻ അല്ലേ. ഈ ബലാ റിപ്പോർട്ട് എവിടേക്ക് കൊണ്ടുപോയിക്കോളി, എടുത്തിട്ട് തമീനിലേക്ക് കൊണ്ടുപോയിക്കോളി, ഇൻഷുറൻസിൽ കൊണ്ടുപോയിക്കോളി അല്ലേ. ഖുദ്, ഖുദ് എന്നല്ല പറയാം നമ്മൾ എടുക്കാൻ അല്ലേ. അപ്പോൾ എന്താണ് മഷ്കൂർ, അള്ളാഹു യഅ്തീകൽ ആഫിയ. സോ അവിടെ ഒരു പ്രെയർ വേർഡ് പറഞ്ഞു കണ്ടോ, ജസ്റ്റ് താങ്ക്സ് പറയല്ല പറഞ്ഞത്, താങ്ക്സിന്റെ കൂടെ അള്ളാഹു യഅ്തീകൽ ആഫിയ. അപ്പം അള്ളാഹു യുസല്ലിമക്, തിരിച്ചും എന്തായി പ്രെയർ വേർഡ് പറഞ്ഞു, അള്ളാഹു യുസല്ലിമക്. ദീർ ബാലക്, എന്താ ദീർ ബാലക് ഞാൻ പറഞ്ഞു, ബി കെയർഫുൾ. ബി ബി കെയർഫുൾ. കെയർഫുൾ. അൽ മറ ജായ അല്ലേ, മറ ജായി, നെക്സ്റ്റ് ടൈം എന്താണ് നന്നായി ശ്രദ്ധിക്കും. കെയർഫുൾ ആവണം. ദീർ ബാലക് മറ ജായി, ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ കെയർഫുൾ ആവണം. ഇത് ചെറിയൊരു കോൺവെർസേഷൻ ആട്ടോ, ഇതിൽ കാര്യമായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലോ കുറച്ച് പുതിയ വേർബ്സ് ഒക്കെ കുറേ വേർഡ്സ് പഠിക്കാനുണ്ട്. ആ